മലപ്പുറം വളാഞ്ചേരിയിൽ കഴിഞ്ഞ 2 മാസത്തിനിടെ 9 പേർക്ക് HIV സ്ഥിരീകരിച്ചു. ലഹരിമരുന്ന് കുത്തിവെക്കാനായി മാറി മാറി ഉപയോഗിച്ച സിറിഞ്ചുകളിലൂടെയാണ് ഇവർക്ക് HIV പകർന്നതെന്നാണ് ആരോഗ്യവകുപ്പിന്റെ കണ്ടെത്തൽ. വളാഞ്ചേരി ടൗണിനോട് ചേർന്ന് അന്യസംസ്ഥാന തൊഴിലാളികൾ താമസിക്കുന്ന സ്ഥലത്തു നിന്നാണ് ഉപയോഗിച്ച സിറിഞ്ചുകൾ കണ്ടെത്തിയത്. വിവരങ്ങളുമായി അഫ്സാന ചേരുന്നുണ്ട്. അഫ്സാന, ഈ രോഗം ബാധിച്ചിരിക്കുന്നവരെല്ലാവരും തന്നെ ഇതര സംസ്ഥാന തൊഴിലാളികളാണോ അതോ മലയാളികളുമുണ്ടോ? ഇത്തരത്തിൽ ഒരേ സിറിഞ്ച് തന്നെ മാറി മാറി ഉപയോഗിച്ചതിൽ നിന്നാണോ ഈ ഒരു രോഗം എല്ലാവർക്കും പരന്നത്? അതെ അതുല്യ, മലപ്പുറത്ത് നിന്ന് വളരെ ഞെട്ടിക്കുന്ന ഒരു വാർത്തയാണ് ഇപ്പോൾ നമുക്ക് പുറത്തു വരുന്നത്. മലപ്പുറത്ത് വളാഞ്ചേരി 9 പേർക്കാണ് രോഗബാധ, അതായത് HIV രോഗബാധ സ്ഥിരീകരിച്ചിരിക്കുന്നത്. അതിൽ 3 പേർ ഇതര സംസ്ഥാന തൊഴിലാളികളും 6 പേർ മലയാളികളുമാണ്. കഴിഞ്ഞ 2 മാസം മുമ്പ്, അതായത് ജനുവരിയിൽ കേരള എയ്ഡ്സ് കൺട്രോൾ സൊസൈറ്റി ഒരു ഹൈ റിസ്ക് പോപ്പുലേഷൻ ഇറക്കിയ ഒരു സർവേയുടെ റിപ്പോർട്ടാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. അതായത് കഴിഞ്ഞ 2 മാസം മുമ്പ് ഒരാൾക്ക് HIV ബാധ സ്ഥിരീകരിച്ചിരുന്നു. തുടർന്ന് ഇപ്പോൾ 9 പേർക്ക് കൂടി ബാധ സ്ഥിരീകരിച്ചിരിക്കുകയാണ്. അതായത് ഇപ്പോൾ HIV ബാധ സ്ഥിരീകരിച്ചവരുടെ എണ്ണം 10ആയി ഉയർന്നിരിക്കുന്നു. DMOയും ഈ വാർത്ത ഇപ്പോൾ സ്ഥിരീകരിച്ചിട്ടുണ്ട്. അതായത് 3 ഇതര സംസ്ഥാന തൊഴിലാളികൾക്കും 6 മലയാളികൾക്കുമാണ് HIV ബാധ സ്ഥിരീകരിച്ചിരിക്കുന്നത്. ഒരേ സിറിഞ്ച് ഉപയോഗിച്ചതിലൂടെയാണ് രോഗവ്യാപനം നടന്നിരിക്കുന്നത് എന്നാണ് DMO ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്നത്. ഇപ്പോൾ ആരോഗ്യവകുപ്പ് വലിയൊരു സ്ക്രീനിങ് നടത്തുന്നുണ്ട്. അതായത് ഇപ്പോൾ രോഗബാധ സ്ഥിരീകരിച്ച അവരുടെ കൂട്ടുകാര്, കുടുംബം, ഇവരെല്ലാം ഒരു സ്ക്രീനിങ് നടക്കുന്നുണ്ട്. രോഗം ഇനിയും വ്യാപിക്കാൻ സാധ്യതയുണ്ടെന്നാണ് ആരോഗ്യവകുപ്പ് ഉൾപ്പെടെ അറിയിച്ചിരിക്കുന്നത്. ഇത്തരം ഒരു വാർത്ത പുറത്തു വരുന്നതിന് ഒരു അനിവാര്യമായ കാര്യം തന്നെയാണ്. ഇതിന്റെ ഒരു വിപത്ത് നമ്മൾ എത്രത്തോളം ഉണ്ടെന്ന് മനസ്സിലാക്കാൻ കഴിയും. ഇപ്പം വാലാഞ്ചേരിയിൽ ഇതര സംസ്ഥാന തൊഴിലാളികൾ താമസിക്കുന്ന ഇടത്തു നിന്നാണ് സിറിഞ്ച് കണ്ടെത്തിയിരിക്കുന്നത്. 3 ഇതര സംസ്ഥാന തൊഴിലാളികൾക്കും 6 മലയാളികൾക്കുമാണ് രോഗബാധ സ്ഥിരീകരിച്ചിരിക്കുന്നത്. ഇനിയും രോഗം സ്ഥിരീകരിക്കാൻ സാധ്യതയുണ്ടെന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. അതുല്യ.